ഹലോ, ഹൗ ആർ യു? ഹായ് മോനെ, എന്താ പേര്? ആ ഓക്കേടാ കുട്ടാ, എത്രല്ല പഠിക്കുന്നേ? നിന്റെ മുടിയൊന്ന് തടവട്ടെ, അതെല്ലാം അരിയാട്ടത്തില്ലേ രാവിലെ, അതുപോലെ. ഓക്കെ, എന്തൊക്കെയാ വിശേഷം? ആ, അപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയാ ഇതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടല്ലോ? അപ്പൊ നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണ്ടി വരും. ആ, തിരിച്ചു പോരാം. എന്താ വിഷു ആശംസകൾ? നിങ്ങൾക്ക് വിഷു വന്നു കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ, ആഷ്മി, ഇവരൊക്കെ വിഷു സ്പെഷ്യലിസ്റ്റുകളാ. എന്താ സുഖല്ലേ? ആണോ? ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എന്താ പേര്? നിങ്ങളെയൊക്കെ രാവിലെ കണ്ടതിൽ സന്തോഷമുണ്ട്. ചേട്ടാ, കുറെ കാലമായി നമ്മള് കണ്ടിട്ട്. നമ്മള് കണ്ടിട്ടേ ഇല്ലെന്നുള്ള സത്യം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ചേട്ടൻ ടി വിയിലൊക്കെ കണ്ടു കാണുമല്ലോ. ഓക്കെ ഓക്കെ, എന്താ പേര്? വത്സലൻ. അപ്പൊ ചേട്ടന് ഇതേ കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ. ചേട്ടന് ചെറുപ്പകാലമൊക്കെ ആലോചിച്ചപ്പോ അല്ലേ ടെൻഷനായോ? 18 വയസ്സ് മുമ്പ് പോകില്ല. അത് കഴിഞ്ഞ് കുറച്ചു കാലം ഒരു മധ്യദേവിയുണ്ട്. ഇപ്പൊ ഇവിടെ SNDP കാര്യത്തിൽ പിന്നെ പ്രവർത്തനമായതിനു ശേഷം അതെല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. ഓ, നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല കുട്ടിയായി അല്ലേ? ഓക്കെ, സന്തോഷം അല്ലേ? അപ്പൊ എന്താ പേര്? ഇതിൽ ഉറക്കം ശരിയായില്ല അല്ലേ? അല്ലേ, എന്റെ കാര്യം പറഞ്ഞു. എന്താ പേര്? കല്ലി അല്ലി. ആ, എവിടെ താമസിക്കുന്നു? നമ്മൾ എന്തിനാ വന്നതെന്നറിയോ? അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞോ? അപ്പൊ എല്ലാവരോടായിട്ട് പറയാണ്, നമ്മുടെ ഈ യാത്രയുടെ വിശദാംശങ്ങൾ മുഴുവനും ഒരു ഷോട്ട് പോലും ചോർന്നു പോകാതെ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. SKN40 ലൈവ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ ലൈവായിട്ട് ഇത് കാണാം. അപ്പോ ഒരു സന്തോഷം. അമ്പലത്തിലെ മാതൃസമിതിയുടെ പ്രസിഡന്റാണ്. മാതൃസമിതി എന്താ? മാതൃസമിതി അമ്മമാരുടെ ഒരു കൂട്ടായ്മ. അമ്മമാരുടെ കൂട്ടായ്മ നമുക്ക് വേണ്ടത്. കാര്യം അമ്മമാരാണ് ചൂലെടുക്കണം നമ്മൾ പറയുന്നത് ഈ കാര്യത്തിനെതിരായിട്ട്. അപ്പൊ സാറിനെ പോലുള്ള ഈ അമ്മയുടെ പേരെന്താ? എന്റെ പേര് ഇന്ദിര സുകുമാരൻ. ഇന്ദിര സുകുമാരൻ. അതെ. സുകുമാരൻ ആരാണ്? സുകുമാരൻ ഹസ്ബൻഡാണ്. സ്ഥലത്തുണ്ടോ? ഉണ്ട്, സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പൊ സാറിനെ പോലുള്ള അന്വേഷണം അറിയിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. സാറിനെ പോലുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ അമ്മമാരുടെ എല്ലാവരുടെയും വളരെയധികം അമ്മമാർ വലിയ ശക്തരാ. മാത്രമല്ല, ഞാൻ വരുന്ന വഴിക്ക് ഞാനും ആഷ്മിയും ഞങ്ങളുടെ വിജയകുമാറും ഒക്കെ ഒരു സംഘത്തെ കണ്ട് ഞങ്ങളെ രോമാഞ്ചം കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ മദേഴ്സ് ആർമി. അമ്മമാരെ ഒരു ആർമി രൂപീകരിച്ചിരിക്കുക. അച്ഛന്മാരെയൊക്കെ അടിച്ച് നേരെയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല അച്ഛന്മാരാണ് പിൻബലം. അതാണല്ലോ, അച്ഛനില്ലെങ്കിൽ പിന്നെ അമ്മയുണ്ടോ? അപ്പൊ ഇവരെ ഒന്നിച്ചുള്ള ഒരു യാത്രയും ഒരു ആർമി, ഒരു പട്ടാളം. ആ പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാസലഹരിക്കാരെ സ്ഥലം വിടും. ഓക്കെ, ആയിക്കോട്ടെ. വളരെ സന്തോഷം. അപ്പൊ നമുക്ക്